സമയം ഓടിപ്പോയി. പുറത്ത് ഇരുട്ടിന് കട്ടികൂടി. തൻ്റെ പ്ലാനെല്ലാം പൊളിഞ്ഞുപോയതിൻ്റെ ദേഷ്യം മുന്നിലിരുന്ന വോഡ്ക കുപ്പി കുടിച്ചു തീർത്തു ജാനി. ഒടുവിൽ കണ്ണുകൾ ചുവന്ന് കലങ്ങി. ഉറയ്ക്കാത്ത കാലടികളോടെ പുറത്തേക്കിറങ്ങി അവൾ. ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും കീ എടുത്ത് കാറിൽ കയറി സ്റ്റാർട്ടാക്കാൻ നോക്കി. അവൾ എത്ര ശ്രമിച്ചിട്ടും കാർ സ്റ്റാർട്ടായില്ല. പുറത്തേക്കിറങ്ങി അവൾ. ഈ സമയം കാറിന് പിന്നിൽ കറുത്ത കോട്ടിട്ട ഒരു രൂപം മുഖം മറച്ചുകൊണ്ട് കറുത്ത മാസ്ക് ധരിച്ചിരുന്നു അയാൾ. പെട്ടെന്ന് അവളെ ബാക്ക് ഡോർ തുറന്ന് അകത്തേക്ക് തള്ളി. ഒപ്പം കയറി. അപ്പോഴേക്കും എവിടെ നിന്നോ ഡ്രൈവിംഗ് സീറ്റിൽ ഒരാളും കയറി. കാർ ചീറി പാഞ്ഞുകൊണ്ട് ക്ലബിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. അവളുടെ വയൽ തുണി തിരികെ കൈ പുറകിലേക്ക് വെച്ച് കെട്ടി അയാൾ. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ ഒരു കുപ്പിയും സിറിഞ്ചും നീട്ടിപ്പിടിച്ചു. അവളെ പിടിച്ച രൂപം അത് വാങ്ങി. മിണ്ടാൻ പോലും ആവാതെ പൊളഞ്ഞു അവള്. ഒന്നും സംസാരിക്കാത്തന്നെ സിറിഞ്ച് കൊണ്ട് കുപ്പിയിൽ നിന്നും മയക്കുമരുന്ന് നിറച്ച് അവളുടെ കയ്യിൽ കുത്തിയിറങ്ങി. ഒന്നല്ല പലവട്ടം. വേദന കൊണ്ട് അവൾ പൊളഞ്ഞു. നേരെ കാർ പോയത് അകലെയുള്ള പാറമടയിലേക്കാണ്. വഴിയോട് ചേർന്നുള്ള പാറമട വെള്ളം നിറഞ്ഞു കിടക്കുന്നതാണ്. കൃഷിക്ക് മോട്ടോർ വെച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അതിൽ നിന്നും ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ടെങ്കിലും ആൾ സഞ്ചാരം കുറഞ്ഞ സ്ഥലമാണ്. വെളിച്ചവുമില്ല. കാർ നിർത്തിയിറങ്ങി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അയാൾ, പിന്നിൽ നിന്നും കോട്ട് ധരിച്ച ആളും. അവളെ വലിച്ച ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തി സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടു. കാർ സ്റ്റാർട്ടാക്കി ഡോർ വലിച്ചടച്ചു. പിന്നിൽ നിന്ന് രണ്ടുപേരും തള്ളി മുന്നോട്ട് വിട്ടു. വണ്ടി വെള്ളത്തിൽ പോയി വീണത് കണ്ട് ഇരുവരും കൈ കൊടുത്തു. ഇനി അവളുടെ കണ്ണുകൾ അവരെ പിന്തുടരില്ല. ആൽബി നേരെ പോയി ഒരു ഷോപ്പിൽ കയറി വെള്ളമുണ്ട് വാങ്ങി. കീറിയ മുണ്ട് മാറ്റി പുതിയ മുണ്ട് എടുത്തു കൊടുത്തു. ഫോൺ റിങ് ചെയ്തപ്പോൾ ആൽബി ഫോൺ എടുത്തു. ജിജോ, എന്തായി? അവള് ഫിറ്റായോ? ഞാനത് എത്തി. ആൽബി മുണ്ട് മുറുക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. ആൽബി, നീ പറഞ്ഞതുപോലെ അവളുടെ നീക്കങ്ങൾ അറിഞ്ഞ് ഞാൻ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ആരോ രണ്ടുപേർ വന്ന് അവളെ തട്ടിക്കൊണ്ടുപോയി. അവിടെ മുന്നിൽ ചെല്ലുന്നത് അപകടമായതുകൊണ്ട് ഞാൻ മാറുന്നു. കാർ നല്ല സ്പീഡിൽ നമ്മുടെ പാറമട റോഡിലേക്കാണ് പോയേക്കുന്നത്. ജിജോ പറയുന്നത് കേട്ടപ്പോൾ ആൽബി നീട്ടിച്ചു വിളിച്ചു. അവളെ തട്ടിക്കൊണ്ടുപോയോ? ആര്? ആൽബി ചോദിച്ചു. മുഖം മാസ്ക് ധരിച്ച് മറച്ചിരുന്നു. അവർ രണ്ടുപേരുമുണ്ട്. ഒരുത്തൻ നല്ല ഉയരത്തിൽ കറുത്ത കോട്ട് ഇട്ടിട്ടുണ്ട്. അവൻ്റെ വലത് കൈയിൽ ബാൻഡ് പ്ലാസ്റ്റർ ഉണ്ട്. ഒറ്റ കൈ കൊണ്ടാണ് അവളെ കാറിലേക്ക് തള്ളിക്കയറ്റിയത്. മുഖമൊന്നും വ്യക്തമല്ല. ജിജോ പറഞ്ഞു. ശരി, നീ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വാ. ഞാൻ പറഞ്ഞ സാധനമില്ലേ കയ്യിൽ? ആൽബി ചോദിച്ചു. നീ അടിക്കുന്ന ബ്രാൻഡ് കിട്ടിയില്ല. ഒരു മിലിറ്ററി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വരാം, ജിജോ പറഞ്ഞു. പെട്ടെന്ന് വാ. രണ്ടെണ്ണം അടിക്കാതെ ഇനി പറ്റില്ല. മനസ്സ് വല്ലാതെ ടെൻഷനായിപ്പോയി. വീട്ടിൽ പോയി അടിക്കാൻ പറ്റിയ അവസ്ഥയും അല്ലല്ലോ അവിടെ. നീ പെട്ടെന്ന് വാ. അവളെ നമുക്ക് നാളെ കാണാം, ആൽബി പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ബൈക്ക് സ്റ്റാർട്ടാക്കി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിർത്തി ഇറങ്ങി. അരികിലുള്ള പെട്ടിക്കടയിൽ നിന്നും സിഗരറ്റ് വാങ്ങി കത്തിച്ച് ചുണ്ടോട് ചേർത്ത് വലിച്ചു വിട്ടു. ബൈക്കിൽ ചാരുന്ന ആലോചിച്ചു അവൻ. അവളെ കടത്തിക്കൊണ്ടുപോകാൻ മാത്രം ശത്രുത ആർക്കാണ്? ഇനി നെല്ലിക്കടനെ പൂട്ടാൻ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കോ? അങ്ങനെയാണെങ്കിൽ ശത്രു നിസ്സാരക്കാരനായിരിക്കില്ല. ആലോചിച്ച് കൊല്ലാൻ മാത്രം പകയുള്ള ഒരേയൊരു ആൾ അവൾ മാത്രമാണ്. ഇനി ഇതൊക്കെ മാസ്റ്റർ പ്ലാൻ വേറെ ആരുടെയെങ്കിലും ആയിരിക്കോ? ആൽബി പല വിധത്തിൽ ചിന്തിച്ചു. അപ്പോഴേക്കും ജിജോ അവൻ്റെ ബൈക്കിൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തി. എന്നാലും ആൽബി, ആ പെണ്ണ് ഇനി എന്താകുമോ എന്തോ? ജിജോ ഷർട്ട് പൊന്തിച്ച അരയിൽ തിരികെ കുപ്പിയിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു. ആ കടയിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ജിജോ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ആൽബി തടഞ്ഞു. അതൊന്നും വേണ്ടടോ വേ. ഇവനെ ഇങ്ങനെ അടിക്കണം, എന്നാലേ മനസ്സൊന്ന് തണുക്കും. പറഞ്ഞതും കുപ്പി കൈമുട്ടുകൊണ്ട് ഒന്ന് തട്ടിപ്പൊടിച്ച് നേരെ വായിലേക്ക് കമിഴ്ത്തി. എടാ, കൂമ്പും കരളും എല്ലാം വാടിപ്പോകും ഇതുപോലെ കുടിച്ചാ, ജിജോ അവനെ നോക്കി പറഞ്ഞു. വല്ലപ്പോഴും അല്ലേ, ഒന്നും വാടില്ല. തീയിൽ കുരുത്ത ഈ ചെത്തിമരത്തിൽ ആൽബിയുടെ കൂമ്പും കരളും വാട്ടാനുള്ള ഭ്രാണ്ടൊന്നും ഇറങ്ങിയിട്ടില്ലട ഉവേ. ജിജോയുടെ മുഖത്തേക്ക് നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി. എടാ, നീ വീട്ടിലേക്ക് പോകുന്നില്ലേ? പോയ നിന്നെ അടിച്ചതിൻ്റെ അകത്ത് കയറ്റില്ല സോഫി, ജിജോ അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. നീ വിട്ടോ, ഞാനും പോകുക. പാവൻ ചന്ദന അവളുടെ കിടപ്പ് കണ്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അടിച്ചു പോയതാണ്. മതി, കുപ്പി ജിജോയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആൽബി. ശരി, ഞാൻ നാളെ വിളിക്കാം, ജിജോ പറഞ്ഞിട്ട് അവൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കി. അവൻ പോയതിനു പിന്നാലെ പെട്ടിക്കടയിൽ നിന്നും പാക്ക് വാങ്ങി വയലിട്ടുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ടാക്കി ആൽബി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അളിയാ, ആ പെണ്ണ് തട്ടിപ്പോയി കാണും അല്ലേ? കോട്ട് ഒരു ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് വലത് കൈയിൽ നിന്ന് പതിയെ നിവർത്തിക്കൊണ്ട് ജഗൻ അവനെ നോക്കി. എടാ വിച്ചു, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി. ചന്ദന അവളെ ഒരുപാട് വേദനിപ്പിച്ചു. അതിനുള്ള ശിക്ഷ എനിക്ക് ദൈവം തന്നു. ഇനി എനിക്ക് അധിക ദിവസമില്ല ഈ ഭൂമിയിൽ. ഞാൻ ജീവിച്ച കാലം ആർക്കും നല്ലത് ചെയ്തിട്ടില്ല.
ഇനി വിരൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് എൻ്റെ മുന്നിലുള്ളൂ. അത് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് തീർക്കണം എനിക്ക് ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം. ജഗൻ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. എന്നാലും ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചു. അതെ, ഈ ഭൂമിയിലെ വാസം തീരാൻ പോകുന്ന എന്നറിഞ്ഞാൽ നമ്മൾ ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. അത് എന്തിനാണെന്നറിയാമോ? മരിച്ചാൽ ഒരിക്കലും അവരെ അങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ നിനക്ക്? ജഗൻ അടുത്തുള്ള കലുങ്കിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. വിച്ചു റോഡ് സൈഡിൽ ജഗന് അഭിമുഖമായി ഇരുന്നുകൊണ്ട് അവനെ നോക്കി. മരണത്തിൻ്റെ കാലൊച്ച കേട്ടുകൊണ്ട് ജീവിക്കുന്ന ദിനങ്ങൾ, അതിനേക്കാൾ വേദനയില്ല. ഏത് നിമിഷവും കയറി വരുന്ന കോമാളി, രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം. ജഗന്റെ വാക്കുകളിൽ നിരാശ കാണാമായിരുന്നു. ഒന്നും ഉണ്ടാവില്ല, നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാം. ഇപ്പോൾ ക്യാൻസർ ഒന്നും മാരക രോഗമല്ല. ഒട്ടുമിക്ക ആളുകളും അതിൻ്റെ പിടിയിലാണ്. ബിജു ആശ്വാസവാക്കുകൾ പറയുന്നതൊന്നും ജഗൻ കേട്ടില്ല. അവൻ്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദന് വേഗം സുഖം പ്രാപിച്ചു വന്നിട്ട് അവളെ കണ്ടു മാപ്പ് പറയണം. താൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ആലോഷി അവൾക്ക് യോജിച്ച കെട്ടിയവൻ തന്നെയാണ്. തൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ കഴിവുള്ളവൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൻ കാരണമാണ് തൻ്റെ രോഗത്തെപ്പറ്റി അറിയാൻ കഴിഞ്ഞത്. അന്നത്തെ അടി കഴിഞ്ഞ് അവൻ്റെ ഇളയപ്പൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി. ഹോസ്പിറ്റലിൽ നടത്തിയ ടെസ്റ്റുകളിലാണ് തൻ്റെ ശരീരത്തിൽ ബാധിച്ച ക്യാൻസർ അറിഞ്ഞത്. ബ്ലഡ് ക്യാൻസർ. അതിനെ സംഹാരത്താണ്ഡവും ആടിക്കഴിഞ്ഞിരുന്നു. തൻ്റെ ശരീരത്തിൽ ഇനി പഴയ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്കില്ല. അവൻ്റെ മിഴികൾ നിറഞ്ഞു. അളിയ, വാ പോകാം. വിച്ചു എഴുന്നേറ്റു. ജഗനം എഴുന്നേറ്റു. രണ്ടുപേരും നടക്കാൻ തുടങ്ങി. മെയിൻ റോഡിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എതിരെ വന്ന ഓട്ടോ കൈ കാണിച്ച് നിർത്തി. അവർ അതിൽ കയറി ക്ലബിനടുത്ത് പാർക്ക് ചെയ്ത കാറിനടുത്തേക്ക് എത്തി. ഓട്ടോയ്ക്ക് കാശ് കൊടുത്തു വിട്ടു ജഗൻ. ഇനി ചന്ദന കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ? വിച്ചു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ജഗനെ നോക്കി ചോദിച്ചു. നീ ആദ്യം ആലോചിച്ച് വിളിച്ച് ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്കുക. ജഗൻ പറഞ്ഞപ്പോൾ വിച്ചു ഫോൺ എടുത്ത് വിളിച്ചു ആലോഷിയെ. ഐസിയുവിൻ്റെ മുന്നിലിരിക്കുന്ന ആലോഷി ഫോൺ എടുത്തു. ഏത് ഹോസ്പിറ്റലാണ് ചന്ദന? ടൗണിലെത്തിയിട്ടുണ്ട് ഞാൻ. വിച്ചു പറഞ്ഞപ്പോൾ ആലോഷി ഹോസ്പിറ്റൽ പേര് പറഞ്ഞു കൊടുത്തു. ഇപ്പം വരാം. വിച്ചു ഫോൺ വെച്ചു. നേരെ കാർ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പാർക്കിങ്ങിൽ നിർത്തി ഇറങ്ങി രണ്ടുപേരും. ഞാനിവിടെ നിൽക്കാം, നീ പോയി ആദ്യം കാര്യം പറഞ്ഞിട്ട് വാ. എന്നെ കണ്ട അവൻ ചിലപ്പോൾ വയലൻ്റ് ആകും. ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ജഗൻ നിരാശയുടെ പടുകുഴിയിൽ വീണു പോയതുപോലെ തോന്നി വിച്ചുവിന്. ശരി, ഞാനിപ്പോൾ വരാം. വിച്ചു നടന്നു പോകുന്നത് നോക്കി നിന്നു വേദനയോടെ ജഗൻ. ആലോഷി ഇരിക്കുന്നതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് വിച്ചു. നീ വാർത്ത കണ്ടു കാണും അല്ലേ? ചുവന്ന് കലങ്ങിയ കണ്ണുകളോട് ചോദിച്ചു ആലോഷി. അല്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വിച്ച് ചുറ്റും ഇരിക്കുന്നവരെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആലോഷി സംശയിച്ചു നോക്കി അവനെ. ആൽബി ഫോൺ നോക്കിയിരിക്കുന്നുണ്ട്. അനിയന്മാർ അവിടെ എവിടെയായിരിക്കുന്നുണ്ട്. വാ. ആലോഷി എഴുന്നേറ്റ് വരാന്തയുടെ അറ്റത്ത് ജനലിന് അരികിലേക്ക് നടന്നു. എൻ്റെ കൂടെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്, നന്ദന ചേച്ചിയുടെ ഭർത്താവ് ജഗൻ. വിച്ച് പറഞ്ഞപ്പോൾ ആലോഷി തലനീട്ടിച്ച് വിളിച്ചുകൊണ്ട് അവനെ നോക്കി. അളിയൻ പഴയ പോലെയല്ല, ഇപ്പോൾ ആകെ മാറി. മാരകമായ ക്യാൻസർ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. കുറെ റിപ്പോർട്ട്സ് എല്ലാം കാണിച്ചു. ചേച്ചിയുടെ കാലിൽ വീണ തെറ്റുകൾ ഏറ്റു പറഞ്ഞു. മോനെ എടുത്ത് കരഞ്ഞു. ഇവിടെ വന്ന ചന്ദനെ കണ്ട് മാപ്പ് പറയാനാണ് നാട്ടിൽ നിന്നും എന്നെ കൂട്ടി വന്നത്. വിരോധമില്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? നേരിട്ട് വരാൻ ഒരു മടിയുള്ളത് കൊണ്ട് താഴെ നിൽക്കുകയാണ്. വിച്ചു പറയുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവന്. നീ പറയുന്നത് സത്യമാണോ? അവനൊരു മാറ്റം അല്ല, മരണം ഒരു തരത്തിൽ അവന് കിട്ടാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ. ദൈവം കണ്ടറിഞ്ഞ് കൊടുത്തത് തന്നെ. ഒരാളുടെ വേദനയിൽ സന്തോഷിക്കാനിരിക്കുന്നവനല്ല ഞാൻ. വാ, പോയി കാണാം. ആലോഷി താഴേക്കിറങ്ങി. ജഗൻ കാറിൽ ചാരി നിൽക്കുന്നത് കണ്ടു ആലോഷി. അവർ വരുന്നത് കണ്ട് വിളറിയ ഒരു ചിരി ചിരിച്ചു ജഗൻ. നിന്റെ പരാക്രമം അവസാനിച്ചു അല്ലേ? ഓടിപ്പാഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിച്ചു. നീ എന്ത് നേടി? മരണത്തിലേക്ക് ടിക്കറ്റ് അല്ലേ? ആലോഷി പുച്ഛത്തോടെ ചോദിച്ചു. എന്ത് പറഞ്ഞാലും തെറ്റില്ല, കാരണം എൻ്റെ പ്രവൃത്തികൾക്ക് തക്ക ശിക്ഷ കിട്ടി. ഇനി കുറച്ച് ദിവസം, അത് തെറ്റുകൾ തീർത്താനുള്ള സമയം, അത് വളരെ കുറച്ചു. വേദനയുടെ മിഴികൾ നിറച്ചുകൊണ്ട് ജഗൻ പറഞ്ഞപ്പോൾ ആലോഷി ജഗന്റെ പുറത്ത് തട്ടി. ഏയ്, ഒന്നും ഉണ്ടാവില്ല, എല്ലാത്തിനും മറുമരുന്നുണ്ടാകില്ലേ, നമുക്ക് ട്രൈ ചെയ്യാം. നന്നാവാൻ ദൈവം തന്ന അവസരമായി കണ്ടുകൊണ്ട് ആലോഷി പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജഗൻ കെട്ടിപ്പിടിച്ചു അവനെ. ജഗനെ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ആലോഷി തിരികെ എത്തി. ആൽബി അവരെ നോക്കി. ആലോഷി പരിചയപ്പെടുത്തി കൊടുത്തു. ഓ, അപ്പോൾ എൻ്റെ ഭാര്യ സോഫിയുടെ ബന്ധു അല്ലേ? ആൽബി ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു. പുതിയ ബന്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു അവിടെ. ചന്ദനയ്ക്ക് ഓർമ്മ വന്നു. ആലോഷി കാണുന്നു പറയുന്നു. ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഓ മൈ ഗോഡ്. കുരിച്ച് വരച്ചുകൊണ്ട് ഓടി ആലോഷി.
വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയവൻ മരുന്നുകളുടെ മനം മടുപ്പിക്കുന്ന ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറിയവൻ്റെ അറ്റത്തെ ബെഡിൽ വാടിത്തളർന്ന് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ നെഞ്ചു പൊള്ളിപ്പിടഞ്ഞു അവൻ്റെ. ഒരു വശം ചെരിഞ്ഞ് കിടക്കുകയാണ് ചന്ദന. പുറംഭാഗം വെള്ള ബാൻഡേജ് ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട്. ചന്ദന, അലോഷി ഓടിച്ചെന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഇച്ചാ, അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് വേദനിച്ചു. നിനക്കല്ലേ എന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ ജീവൻ ഉപേക്ഷിക്കാൻ നിനക്ക്? വാക്കുകൾ ഇടറി മുറിഞ്ഞു അവൻ്റെ. അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു അവൻ. എനിക്ക് കുഴപ്പമില്ല ചാ, കരയാതെ. അത്ര പെട്ടെന്ന് ഈ കടവയെ വിട്ടു പോകാൻ എനിക്ക് കഴിയോ? വേദനയിലും ചിരിക്കാൻ ശ്രമിച്ചു അവള്. അധികം സംസാരിക്കരുത്, സ്റ്റിച്ച് ഇളക്കാൻ തട്ടും, സിസ്റ്റർ ഓർമ്മപ്പെടുത്തി. ഞാൻ പുറത്തുണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. നാളെ പുറത്ത് വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട് നിനക്ക്. അവള് കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അലോഷി. അവൻ്റെ മനസ്സ് ശാന്തമായി. പുറത്തേക്കിറങ്ങി അലോഷി. അവൻ്റെ മുഖത്ത് തിളച്ചം കണ്ടപ്പോൾ ചന്ദന ഓക്കെയായി എന്നെല്ലാവർക്കും മനസ്സിലായി. അലോഷി എല്ലാവരോടും അവൾ സംസാരിച്ചെന്ന് ഒരു കുഴപ്പവും ഇല്ലെന്നും പറഞ്ഞു. എല്ലാവരെയും നിർബന്ധിച്ച് വീട്ടിൽ വിട്ടു അലോഷി. ആൽബിയും അലോഷിയും വിച്ചുവും ജഗനും അവിടെ തന്നെ നിന്നു. അന്നത്തെ രാത്രി വിട വാങ്ങി. കൃഷിക്ക് വെള്ളമടിക്കാൻ വന്ന തോട്ടം തൊഴിലാളികളാണ് പാർക്കെട്ടിൽ വീണ് കിടക്കുന്ന സ്ത്രീയെ കണ്ടത്. ഉയരത്തിൽ നിന്നും ചാടിയതാകുമെന്ന് കരുതി ആദ്യം പോലീസിന് വിവരം അറിയിച്ചു. ആളുകൾ ഓടിക്കോടി. നീന്തൽ അറിയുന്ന 2 പേർ ചാടി കാർക്ക് ഉപ്പ് കുത്തി കിടക്കുന്നത് കണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും തെറിച്ച് വീണതാ ആരോ വിളിച്ചു പറഞ്ഞു. മരിച്ചിട്ടില്ല. നീന്തി പാറക്കെട്ടിൽ ചെന്ന് ചോരയിൽ കുളിച്ചു കിടക്കുന്ന പെണ്ണിനെ നേരെ കിടത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഫയർഫോഴ്സ് എത്തി. പെട്ടെന്ന് തന്നെ മുകളിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ആംബുലൻസ് ചീറിപ്പാഞ്ഞു. ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് പോലീസ് വണ്ടി പിന്നാലെയും. മെഡിക്കൽ കോളേജ് എത്തി അവിടെ ICUവിൽ കയറ്റി. പോലീസുകാർ ആളെ തിരിച്ചറിയാൻ വാർത്ത കൊടുത്തു. സമയം പെടുന്ന് ഓടിപ്പോയിക്കൊണ്ടിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു. പോലീസുകാരെ നോക്കി പറഞ്ഞു, ജീവനുണ്ടെന്ന് പറയാം. തലച്ചോറ് മുഴുവനും രക്തസ്രാവമാണ്. ജീവൻ തിരിച്ചു കിട്ടിയാലും കോമ സ്റ്റേജ് തന്നെയായിരിക്കും. മരിച്ചതിന് സമം. ബ്ലഡ് ടെസ്റ്റ് പ്രകാരം മയക്കുമരുന്ന് ഉയർന്ന അളവിലാണ്. മദ്യവും കുടിച്ച് ബോധമില്ലാതെ ആക്സിഡന്റ് പറ്റിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഡോക്ടർ പറഞ്ഞു. ഓക്കെ, വാർത്ത കൊടുക്കാം. ആരെങ്കിലും തിരിച്ചറിഞ്ഞു വന്നാലോ വണ്ടി പുറത്ത് എടുത്താൽ പിന്നെ ഓക്കെയായി, എളുപ്പം കണ്ടുപിടിക്കാം, പോലീസ് പറഞ്ഞു. അതിവേഗം വാർത്ത പുറത്ത് വന്നു. മീഡിയക്കാർക്ക് അതൊരു ചാകരയായിരുന്നു. അജ്ഞാത യുവതി പാറമടിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. മയക്കുമരുന്ന് ശരീരത്തിൽ കുത്തിവയ്ക്കുകയും മദ്യപിക്കുകയും ചെയ്തു. കാർ പാറമടിയിലേക്ക് ഓടിച്ചിറക്കി യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. വാർത്തകൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഏറ്റിപ്പിടിച്ച് ഓരോരുത്തരും. വാർത്ത കേട്ട് അലോഷി ശ്രദ്ധിച്ചു. അതുകൊള്ളാം, മരിക്കാൻ ഇറങ്ങിയാലും മരിക്കില്ല ചിലർ. അനുഭവിക്കാൻ ഇനിയും ബാക്കിയുണ്ടായിരിക്കും, ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് പരസ്പരം നോക്കി വിച്ചുവും ജഗനും. വിച്ചുവിനെ നോക്കി ജഗൻ കണ്ണിറക്കി. റൂം എടുത്തിരുന്നു അലോഷി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ചാരു ആജിയുടെ കൂടെ വന്നു. അലോഷി കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇച്ചാ, ഏട്ടത്തി. അവൾ ഓടി വന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. ഒന്നുമില്ല മോളെ, ഇപ്പം ഏട്ടത്തി ഓക്കെയാണ്. ഇന്നലെ കയറി ഞാൻ കണ്ടു. ഡോക്ടർ ഇപ്പോൾ വരും, എന്നിട്ട് റൂമിലേക്ക് മാറ്റും, പേടിക്കാതെ. അലോഷി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പുറത്ത് തട്ടി. ഇവർ ആരും ഒന്നും പറഞ്ഞില്ല. ഇന്ന് രാവിലെയാണ് ഇവർ പറഞ്ഞത്. അജി കുറ്റപ്പെടുത്തും പോലെ നോക്കി. ഇവിടെ തന്നെ എല്ലാവരും വിഷമത്തിലിരിക്കുകയാണ്. നിങ്ങളെ കൂടി വെറുതെ വിഷമിപ്പിക്കുന്നത് എന്തിനെന്ന് കരുതിയാണ്. പിന്നെ വല്യമ്മച്ചി ആകെ സീനാക്കും, അതാണ് പറയേണ്ടത് ഞാൻ പറഞ്ഞത്, അലോഷി പറഞ്ഞു. ഏടത്തി ഒത്തിരി വേദന തിന്നു കാണും അല്ലേ? അവളുടെ മുഖത്ത് വേദന നിഴലിച്ചു നിന്നും. പാവം, അവളുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ പാവം. അവൻ്റെ കണ്ണു നിറഞ്ഞു. ചാരു കസറിലിരിക്കുന്നവരെ നോക്കി. ജഗനൊഴികെ ബാക്കി എല്ലാവരെയും അവൾക്കറിയാവുന്നവരായിരുന്നു. അത് ചന്ദനയുടെ ചേച്ചി, നന്ദനയുടെ ഭർത്താവ്. ചാരുവിൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഇയാളെന്താ ഇവിടെ? അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അത് മോളെ പിന്നെ പറയാം, പഴയ പോലെയല്ല ജഗൻ, ഒരുപാട് മാറി, അലോഷി പറഞ്ഞു. ഈച്ച, വിശ്വസിക്കാൻ പറ്റില്ല, ഇവനെ പോലെയുള്ളവർ മാറിയെന്ന് പറഞ്ഞാൽ, ചാരു ദേഷ്യത്തിൽ പറഞ്ഞു. മോളെ ഞാൻ പറയട്ടെ. അലോഷി അവളെ ചേർത്തി പിടിച്ച് കുറിച്ച് മാറി നിന്നു. ജഗൻ വന്ന കാര്യം പറഞ്ഞു. അവൾ ഇടയ്ക്ക് ജഗനെ നോക്കി. കുറ്റബോധം കൊണ്ട് തല കുനിഞ്ഞുപോയി അവൻ്റെ. ചന്ദന തന്നെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായി അവന്. ആൽബി ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഫീസ് കാര്യങ്ങൾ. ചന്ദനെ റൂമിലേക്ക് മാറ്റിയിട്ട് വീട്ടിൽ പോകാനിരിക്കുകയാണ് ആൽബി. മോളെ ഇനി ഒന്നും പറയരുത്, അയാൾക്ക് വേദനിക്കും. രോഗം ഒരാളെ മാറ്റിമറിക്കാം. മരണഭയം കൊണ്ട് തെറ്റുകൾ തീർത്താൻ അയാളിപ്പോൾ ശ്രമിക്കുകയാണ്. പശ്ചാത്താപം കണ്ണുനീറുണ്ടായിരുന്നു ഇന്നലെ അയാളിൽ. ചന്ദനെ കണ്ട് മാപ്പ് പറയാനിരിക്കുകയാണ്. തെറ്റുകൾ തീർത്താൻ ശ്രമിക്കുന്ന ഒരാളെ കൂടുതൽ തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, കൂടെ നിർത്തണം. ചാരി വിശ്വാസം വരാതെ അവനെ നോക്കി. തൻ്റെ അച്ഛന് ഇത്ര ക്ഷമയോ? ശരി, അവൾ തലകുലുക്കി.
അലോഷിയുടെ ഫോൺ റിങ് ചെയ്തു. അലോഷി ഫോൺ എടുത്തു. ഹലോ അലോഷി ചേച്ചി. അപ്പുറത്തുനിന്നും പിന്നെ കേട്ടത് ഒരു കരച്ചിലായിരുന്നു. ജഗൻ. അലോഷി പല്ല് കടിച്ചു.